കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്നത് കുട്ടിയുടെ കൈക്ക് മുറിവുണ്ടായിരുന്നു, അതിൽ കൃത്യമായ ഒരു ചികിത്സ നൽകിയില്ല എന്നുള്ളതാണ്. അതിന് ഡോക്ടർമാർ പറയുന്നത് ആഴത്തിലുള്ള മുറിവല്ല, വീഴ്ചയിൽ പറ്റിയ ചെറിയ മുറിവാണ്, അത് അത്ര ഗൗരവമുള്ള കാര്യം അല്ല എന്നുള്ളതാണ്. അങ്ങനെ ഇൻഫെക്ഷൻ വന്നു എന്നുള്ളതാണ് കുടുംബം സംശയിക്കുന്നത്. പക്ഷേ ഈ ഇൻഫെക്ഷൻ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കൈക്കുള്ള രക്തോട്ടം പൂർണ്ണമായി നിലച്ചതാണ്. അതിനുള്ള കാരണമാണ് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. അതായത് വെറും 9 വയസ്സുള്ള ഒരു കുട്ടിയാണ്, കളിച്ച് നടക്കുന്ന കുട്ടിയാണ്. ഒരിക്കലും ഈ സ്വാഭാവികമായി അങ്ങനെ രക്തം നിന്നു പോകാനുള്ള ഒരു സാധ്യതയില്ല. നമ്മൾ സാധാരണ പ്രായമുള്ള ഷുഗർ രോഗികളായ ആളുകൾക്കും മറ്റുമാണ് ഇങ്ങനെ കാണാറുള്ളത്. അതും വളരെ പതുക്കെ ഈ രക്തയോട്ടം നിലയ്ക്കുക എന്നുള്ളതാണ്. ഇത് കുട്ടി 25-ാം തീയതി വന്ന സമയത്ത് കുട്ടിയുടെ കൈവിരലുകൾ പൂർണ്ണമായി അനങ്ങുന്നുണ്ടായിരുന്നു. കുട്ടിയുടെ കൈവിരലുകളുടെ അഗ്രഭാഗം പരിശോധിച്ചു, അവിടെയും രക്തത്തിന്റെ കൃത്യമായ സാന്നിധ്യം കാണുന്നുണ്ട്. അതിനുശേഷം വെറും 4 ദിവസം കൊണ്ടാണ് ഈ രക്തോട്ടം പൂർണ്ണമായി നിലയ്ക്കുകയും അത് കൈ മുറിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ഈ കുട്ടിക്ക് കടുത്ത വേദന ഉണ്ടായിരുന്നു എന്ന് ഈ 25-ാം തീയതി വന്നപ്പോൾ OP-യിലെ ഡോക്ടറോട് പറഞ്ഞിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. പക്ഷേ അങ്ങനെ വേദനയുള്ള കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വേദന സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്, എല്ലൊടിഞ്ഞാൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ് വിട്ടയക്കുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. പിന്നീട് ഡോപ്ലർ പരിശോധന അടക്കം നടക്കുന്നത് 30-ാം തീയതി കുട്ടി വന്ന സമയത്താണ്. അതിനു മുൻപ് ഈ സാധ്യത ഇവിടെ ഈ കുടുംബം ഒരു മുറിവ് സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ. ഈ വീണപ്പോൾ കാര്യമായ മുറിവ് പറ്റിയിരുന്നു കൈക്ക്, അത് ട്രീറ്റ്മെന്റ് ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഇതിലെന്താണ് ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള ഒരു വിശദീകരണം? അത് ജില്ലാ ആശുപത്രി സൂപ്രണ്ടും ഓർത്തോ വിഭാഗം മേധാവിയും പറയുന്നത് അങ്ങനെ ഗുരുതരമായ ഒരു മുറിവ് അല്ല എന്നുള്ളതാണ്. ഇതിനേക്കാൾ കൂടുതൽ മുറിവായാൽ തന്നെ ഈ പ്ലാസ്റ്റർ ഇടാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ സ്റ്റിച്ചിടേണ്ട തരത്തിലോ ഇല്ലെങ്കിൽ ഒരു ആഴത്തിലുള്ള മുറിവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും ആ മുറിവിൽ നിന്ന് ഇൻഫെക്ഷൻ വന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ടത് കുട്ടിയുടെ കൈയിലേക്കുള്ള രക്തോട്ടം പൂർണ്ണമായി നിലച്ചു. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അതിനൊരു സാധ്യതയായി അവർ പറയുന്നത് കുട്ടി വീണപ്പോൾ ഏതെങ്കിലും തരത്തിൽ നരമ്പിന് പരിക്ക് പറ്റുകയും അത് 2 നരമ്പ് ബ്ലോക്ക് ആകുകയോ ഇല്ലെങ്കിൽ 2 നരമ്പും യോജിക്കുന്ന പോയിന്റിൽ രക്തം കട്ട പിടിക്കുകയോ ചെയ്തിരിക്കാം എന്നുള്ളൊരു അനുമാനം മാത്രമാണ് ഇപ്പോഴുള്ളത്. ഇനി പത്തോളജി പരിശോധനയിലൂടെ മാത്രമാണ് എന്താണ് കാരണമെന്ന് കണ്ടെത്തുക. നമ്മൾ ഡോക്ടർമാരോട് ചോദിച്ചു എന്താണ് കാരണമെന്ന് കണ്ടെത്തണം എന്നുള്ളത്. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അത്തരമൊരു കാരണം തീർച്ചയായും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം ഈ കൈയൊടിയുക കാലൊടിയുക എന്നുള്ളതെല്ലാം തന്നെ സാധാരണയായി സംഭവിക്കുന്ന, എല്ലാവർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള കാരണമാണ്. ബ്ലഡിന്റെ മൂവ്മെന്റ് തടസ്സപ്പെടും എന്നത് മുൻകൂട്ടി കണ്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ ആ കുഞ്ഞിന്റെ കൈ മുറിച്ചു മാറ്റേണ്ടി വരില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒരു വീഴ്ച എവിടെയാണ് സംഭവിച്ചിട്ടുള്ളത്, ഏത് ഡോക്ടർമാർക്കാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകേണ്ടത്. എന്തായാലും യാതൊരു തരത്തിലുള്ള ചികിത്സാ പിഴവും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുള്ള ന്യായീകരണമാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് വരുന്നത്. വിശദാംശങ്ങളാണ് സാധ്യതകൾ നൽകിയത്.